ഹലോ. പിന്നെ അപ്പം ഇന്ന് നേരത്തെ നീച്ചല്ല, ഇന്ന് പെരുന്നാളല്ലേ. അപ്പം ഈദ് മുബാറക്ക് എല്ലാവർക്കും. അപ്പം പിന്നെ നേരത്തെ നീച്ചു. എന്നാൽ പിന്നെ രാവിലെ തന്നെ കുളിച്ചാന്ന് വിചാരിച്ച് കുളിക്കാൻ വേണ്ടി പോയി. നല്ല തണുപ്പായിരുന്നു. പിന്നെ കുളിച്ചോളം വേണ്ടിയെന്ന് ആദ്യം ഒന്ന് ഇങ്ങനെ മേത്തോടെ വെള്ളം വരാൻ നല്ല മടിയായിരുന്നു. പിന്നെ അവസാനം വെള്ളം വന്നു. പല തണുപ്പ് ഹഞ്ചടാ. പിന്നെ എങ്ങനെയൊക്കെ കുളിച്ച് സെറ്റാക്കി. എന്നിട്ട് പതുക്കം ചെയ്ത് കുളിമുറിയിൽ നിന്ന് ഇറങ്ങി. അപ്പോഴാണ് ആലോചിച്ച് ഇസ്തിരി ഇട്ടിട്ടില്ല എന്നുള്ളത്. പാഞ്ഞ് വേഗം പോയി ഇസ്തിരി ഇട്ട് പിന്നെ മാറ്റണ്ടേ, സെറ്റ് ചെയ്ത് നിൽക്കണ്ടേ. ഇതായിട്ട് നമ്മുടെ പെരുന്നാളിൻ്റെ ഷർട്ട് കുഴപ്പമില്ലല്ലേ, നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഔട്ട്ഫിറ്റ് നോക്കുക ഫുള്ളായിട്ട് നമ്മൾ ചീറിയൊക്കെ ഉണ്ട്. പിന്നെന്തോന്ന് മറന്നു നമ്മുടെ ക്ലാസ് ക്ലാസ് കൂടി വെച്ചാൽ പിന്നെ ഋത്തിക് റോഷനല്ലേ. പിന്നെ പാത്തു പിന്നെ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട് നിരങ്ങ. പിന്നെ നമ്മുടെ ഫാമിലി മൊത്തം സെറ്റായി. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും പെരുന്നാൾ ഡ്രസ്സ്. എങ്ങനെയുണ്ട്? എന്നാ പിന്നെ നീ ഇത് കഴിഞ്ഞ് പോയിട്ടില്ല കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞ് പോവാണ് നമ്മൾ ഇവിടെ ഉണ്ട് ശരിക്കും. ഇത് നടക്കില്ല നമ്മുടെ വീക്കോട്ടിൻ്റെ ഗ്രൗണ്ടിൽ. പക്ഷെ ഇപ്പം മഴക്കാറുണ്ടല്ലോ ഞങ്ങൾ. ആ മഴക്കാറിൻ്റെ ഒരു ഇത് ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നേരെ ഉള്ളിലേക്കാക്കി. ഉള്ളിൽ അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. കുത്തുബ തുടങ്ങി. ആരെങ്കിലും കെട്ടിപ്പിടുത്തുമായി. പിന്നെ നമുക്ക് ഇപ്പോഴും കിട്ടും നമ്മുടെ പായസമുണ്ട്. പാലടയാണ് ഒന്നും ഉണ്ടാവുക. അപ്പം പ്രാവശ്യം പരിപ്പായസമായിരുന്നു. പരിപ്പായസം ഒരു രക്ഷയില്ലാന്ന് കേട്ടോ. കിട്ടിയിരുന്നു നൈസ് സാധനമായിരുന്നു. അടിപൊളി, എല്ലാവർക്കും ഇഷ്ടമായി സാധനം. പിന്നെ അതൊക്കെ ഒന്നുകൊണ്ട് കുടിച്ച് സെറ്റാക്കി. അപ്പം എന്നാൽ പിന്നെ ഇനി ഷൈനിങ് ആണ്. ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും. പിന്നെ ബിരിയാണി ഉണ്ടാക്കണ്ടേ നമുക്ക്. വാ.